അഭിനന്ദരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ദേവാലയം പുനർനിർമ്മിച്ച് ഇവിടെ ഇന്ന് ദൈവത്തിൻ്റെ ആലയമായി പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ ഇത് വിശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. ദേവാലയത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ നാം വ്യക്തമായി കാണുന്നു. ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയവും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുമുള്ള ഒരു സ്ഥാനമാണ്, ഒരു കേന്ദ്ര ബിന്ദുവായിട്ടാണ് അതിനെ കാണുന്നത്. ദേവാലയത്തിൻ്റെ പ്രഥമ സൂചനയായി കാണുന്നത് നമ്മുടെ പിതാവായിരിക്കുന്ന യാക്കോബ് ഹാറാനിലേക്ക് പോകുന്ന സമയത്ത് ഒരു സന്ധ്യയോടടുത്ത് താൻ ഒരിടത്ത് ക്ഷീണം കൊണ്ട് വിശ്രമിക്കുകയും തുടർന്ന് അവിടെ തൻ്റെ മുൻപാകെ കാണപ്പെട്ട ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ആ ഉറക്കത്തിൻ്റെ ഇടയിൽ യാക്കോബ് ഒരു ദർശനം കാണുന്നു. അത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഗോവണി. ആ ഗോവണിയിലൂടെ പരിശുദ്ധ മാലാഖന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നൊരു ദർശനം കണ്ടു. യാക്കോബ് വളരെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഇവിടെ ദൈവമുള്ള ഒരു സ്ഥലമാണ് എന്ന് കണ്ട് വളരെ ഭക്തിയോടെ തലയണയായിട്ട് വെച്ച കല്ല് നിവർത്തി വെച്ച് അതിന്മേൽ എണ്ണ ഒഴിച്ച് ഇത് ദൈവമുള്ള സ്ഥലം എന്ന് പേരിട്ട് ബഥേൽ എന്ന് അതിന് പേര് വിളിക്കുന്നുണ്ട്. ബഥേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബൈത്തോ ദുഈൽ, ബൈത്തോ ഭവനം, ദുഈൽ ദൈവത്തിൻ്റെ ഭവനം. അതാണ് ദേവാലയത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനയായിട്ട് നമ്മുടെ പിതാക്കന്മാരെ ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന പ്രാർത്ഥനകളിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞു പിന്നീട് മിസ്രൈമിലുള്ള ഇസ്രായേൽ ജാതിയെ വിടുവിക്കുവാൻ തക്കവണ്ണം യഹോവ മോശയെ നിയോഗിച്ചയക്കുന്നു. അങ്ങനെ നിയോഗിച്ചയച്ച് അവരെ വിടുവിക്കുവാൻ തക്കമുള്ള നിർദ്ദേശം യഹോവ മോശയ്ക്ക് നൽകുമ്പോൾ മോശ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നീ ഞങ്ങളോടൊപ്പം വരുമെങ്കിൽ മാത്രമേ ഈ ജനത്തെ നയിക്കുവാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് മോശയുടെ വ്യവസ്ഥ. യഹോവ അത് സമ്മതിക്കുകയാണ്. ഇതിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ അഗ്നിത്തൂണുകളിലും പകൽ സമയങ്ങളിൽ മേഘസ്തംഭത്തിലൂടെ എൻ്റെ സാന്നിധ്യം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ഉണ്ടാകുകയും ചെയ്തു. അതും ദേവാലയത്തിൻ്റെ മറ്റൊരു സൂചനയാണ്. ദൈവ സാന്നിധ്യത്തോടൊപ്പമാണ് അവർ ആ യാത്ര പുറപ്പെടുന്നത്. അത് കഴിഞ്ഞു കനാനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ 10 കൽപ്പനകളാകുന്ന ആ തോറ ഇസ്രായേൽ ജാതിക്ക് നൽകുന്നുണ്ട്. ആ കൽപ്പനകൾ ഒരു പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചു വെക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടാകുന്നുണ്ട്. പകൽ സമയത്ത് അഗ്നിത്തൂണും രാത്രി സമയത്ത് അഗ്നിത്തൂണും പകൽ സമയത്ത് മേഘസ്തംഭവും എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഒരു പേടകത്തിനുള്ളിൽ ദൈവത്തിൻ്റെ യഹോവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അത് കൃപാസനമെന്നും അതുപോലെ തന്നെ നിയമപെട്ടകമെന്നും സാക്ഷ്യപ്പെട്ടകമെന്നും ഒക്കെ അതിനെ പേര് വിളിക്കുന്നുണ്ട്. അത് ദേവാലയത്തിൻ്റെ മറ്റൊരു വികസന രൂപമായിട്ടാണ് പിതാക്കന്മാരത് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ദേവാലയം സഞ്ചരിക്കുന്ന ദേവാലയം എന്ന സങ്കല്പമാണ്. ഇസ്രായേൽ ജാതിയോടൊപ്പം യഹോവയുടെ സാന്നിധ്യം ആ ഒരു സഞ്ചാരം, ഒരു യാത്രയിലൂടെ സഞ്ചരിക്കുന്ന ദേവാലയം എന്നുള്ള സങ്കല്പം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാണ്. തുടർന്ന് കൂടാരവും സമാഗമന കൂടാരവും എന്ന നിലയിലേക്ക് അത് ഉയരുന്നുണ്ട്. സമാഗമന നിയമപെട്ടകം അത് എല്ലാവർക്കും അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് അനുവാദമില്ല. പൗരോഹിത്യ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അത് ചുമക്കുന്നതിനോ തൊടുന്നതിനോ അവകാശമുള്ളൂ എന്ന് വളരെ ശക്തമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ഗോത്രത്തിൽപ്പെട്ടവരത് ഏതെങ്കിലും വിധത്തിലൊന്ന് സ്പർശിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ വലിയ ബാധ ഉണ്ടാകുന്നുണ്ട്. അവരെല്ലാം കൊല്ലപ്പെടുകയാണ്. അങ്ങനെ കനാൻ നാട്ടിലെത്തി
പിന്നീട് ഇസ്രായേൽ ജാതി കുറേ കൂടെ കാലങ്ങൾ കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഒരാശയമാണ് ദാവീദ് രാജാവിൻ്റെ കാലത്ത് താൻ യഹോവയ്ക്ക് ഒരു സ്ഥിരമായ ആലയം പണിയണമെന്നുള്ള ദാവീദ് രാജാവിൻ്റെ ആഗ്രഹം. പക്ഷെ ആഗ്രഹം നല്ലതാണെങ്കിലും ദാവീദ് രാജാവ് അത് പണിയണമെന്ന് യഹോവ ആഗ്രഹിക്കുന്നില്ല. അതിനാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ അദ്ദേഹം ഒരുക്കിയെങ്കിലും ദാവീദിനോട് യഹോവ ഓർമ്മിപ്പിക്കുന്നത് ഇത് പണിയുവാനുള്ള യോഗ്യത നിനക്കില്ല, പക്ഷെ നിൻ്റെ മകൻ ശലോമോൻ അത് പണിയട്ടെ എന്നുള്ളതാണ്. ശലോമോൻ രാജാവ് ഗംഭീരമായൊരു ദേവാലയം പണിയുകയും അങ്ങനെ സഞ്ചരിക്കുന്ന ദേവാലയം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് സ്ഥിരതയുള്ള ഒരു ദേവാലയ സ്ഥാനം എന്നത് ശലോമോൻ രാജാവിൻ്റെ കാലത്താണ് അത് ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മിശിഹാ ഒരിക്കൽ തൻ്റെ സദസ്സിനോട് പറഞ്ഞു, യെരുശലേം ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനോഹരമായ ദേവാലയം 3 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി ഞാൻ നശിപ്പിക്കുകയും 3 ദിവസം കൊണ്ട് തന്നെ ഒരു പുതിയ ദേവാലയം ഞാൻ ഇവിടെ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സദസ്സിലുള്ളവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. 46 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ ദേവാലയം പണിതത്. ഇത് 3 ദിവസം കൊണ്ട് തകർക്കുവാനും പുതിയതൊന്ന് പണിയുവാനും നിനക്ക് കഴിയുമോ എന്നവർ ചോദിക്കുന്നുണ്ട്. അവിടെ സുവിശേഷകൻ രേഖപ്പെടുന്ന ഇപ്രകാരമാണ്, ആ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് പണിഞ്ഞ ദേവാലയത്തെക്കുറിച്ചല്ല കർത്താവ് സൂചിപ്പിച്ചത്, മറിച്ച് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് 3 ദിവസം കൊണ്ട് നശിപ്പിക്കുകയും പുതിയതൊന്ന് പണിയുകയും ചെയ്യുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ഭൗതിക ശരീരമാകുന്ന ആ ദേവാലയത്തെക്കുറിച്ചാണ്. ഈ ആശയം തന്നെയാണ് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒന്നിലധികം തവണ ആവർത്തിച്ച് തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നത്. പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒരു കൊച്ചു ദേവാലയമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഇൻ വിച്ച് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡെൽസ് ഇൻ ഇറ്റ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, മണ്ണും കല്ലും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദേവാലയത്തിന് പുറമെ നാം തന്നെ ഒരു ദേവാലയമാണെന്നുള്ള സങ്കല്പമാണ് ഇത് പിന്നീട് അത് വികസിക്കുന്നത്. അതുകൊണ്ട് ഈ 2 തരത്തിലുള്ള ദേവാലയത്തെക്കുറിച്ച് നാം ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതിനെ പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ ശുദ്ധീകരിക്കാൻ പോകുന്ന സമയത്ത് നാം ഏവരും ഓർത്തിരിക്കണം. പരിശുദ്ധ മൂറോൻ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പരിശുദ്ധ സഭയിൽ ഉപയോഗിക്കുകയുള്ളൂ. അത് 1 പരിശുദ്ധ മാമോദീസായിക്കാണ്, 2 ഒരു പരിശുദ്ധ ദേവാലയം വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യുമ്പോഴാണ്. അപ്പം അത്രയും ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ് ഇത് എന്നുള്ളത് ആരും മറന്നു പോകരുത്. നാളെ ഇതിൻ്റെ കവാടങ്ങളൊക്കെ പരിശുദ്ധ മൂറോനാൽ ത്രിത്വമുദ്ര ചാർത്തി അതിനെ ശുദ്ധീകരിക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ഈ പരിശുദ്ധ ദേവാലയത്തെയും ഞങ്ങളെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. കാരണം ഇവിടെ മണ്ണും കല്ലും സിമെൻറ്റും ഉപയോഗിച്ച് പണിത ഒരു ദേവാലയ കെട്ടിടമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ദേവാലയവുമുണ്ട്. ഈ 2 ദേവാലയത്തെയും ഒരുമിച്ച് ശുദ്ധീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് നാളെ ആവർത്തിച്ച് നാം ചൊല്ലാനിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് ഇവിടെ 2 ശുശ്രൂഷകളെ 2 ഭാഗമാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. 1, ഈ ദേവാലയത്തിന് അടിസ്ഥാന ശില നിക്ഷേപിക്കുന്ന ഒരു ശുശ്രൂഷ, കല്ലിടൽ ശുശ്രൂഷ എന്ന് പറയും. അത് പരിശുദ്ധ ബലിപീഠത്തിൻ്റെ കിഴക്ക് വശത്ത് താഴെയായി പ്രത്യേകമായി തയ്യാർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അത് ഒരു ചെറിയ കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് അടിസ്ഥാന ശില അടക്കം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഈ അടിസ്ഥാന ശില എന്ന് പറയുന്നത് 5 ഇഞ്ച് വീതി, 5 ഇഞ്ച് നീളം, 1 ഇഞ്ച് 5 ഇഞ്ച് ഉയരമുള്ള ഒരു പ്രധാന ശില. അത് ആ ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ട് നിക്ഷേപിക്കുന്നത് ഈ സമചതുരവും അത്രയും ഉയരവും ഉള്ള ഒരു ശിലയുടെ മുകൾ പരപ്പിൽ 1.5 ഇഞ്ച് വീതി, 1.5 ഇഞ്ച് നീളം, 1 ഇഞ്ച് ആഴമുള്ള ഒരു കൊച്ചുകുഴി എടുത്തു കാണും ഈ അടിസ്ഥാന ശിലയുടെ മുകൾ പരപ്പിൽ. ആ മുകൾ പരപ്പിലെടുത്ത അടിസ്ഥാന ശിലയുടെ മുകൾ പരപ്പിൽ ഒരു ചെറിയ കുഴി എടുത്തു കാണും. ആ കുഴിക്കകത്ത് വെക്കത്തക്കവണ്ണമുള്ള
ഒരു വെള്ളിച്ചെപ്പ് നിർമ്മിച്ച് ആ വെള്ളിച്ചെപ്പിൽ ഒരു ചെറിയ സ്ലീബ, ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കൊച്ചു സ്ലീബായും ആ ഒരു സ്ലീബായോടൊപ്പം തന്നെ 12 കല്ലുകളും ചെറുകല്ലുകളും അടക്കം ചെയ്യും. അതിൽ ഈ അടിസ്ഥാന ശിലയായിട്ട് വെക്കുന്ന ഈ 5 ഇഞ്ച് നീളം വീതിയുള്ള ആ ശില കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ മുകൾപ്പരപ്പിൽ അടക്കം ചെയ്യുന്ന 12 ചെറുകല്ലുകളും കൊച്ചു സ്ലീബായുമുള്ള സ്ലീബായും അടക്കം ചെയ്യുമ്പോൾ ആ 12 ചെറുകല്ലുകൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുന്തിരിക്കമണികൾ അതിനോട് ചേർത്ത് വെക്കുന്നു. കുന്തിരിക്കമണികൾ വിശ്വാസികളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12 ചെറുകല്ലുകൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു എന്നാണ് പ്രാർത്ഥനകളിൽ കാണുന്നത്. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ട് നാം കരുതുന്നത് കർത്താവായ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലും ആ മൂലക്കല്ലിനകത്ത് ചേർത്ത് വെക്കുന്ന 12 അപ്പോസ്തലന്മാരും വിശ്വാസികളുടെ സാന്നിധ്യവും, ഇങ്ങനെയാണ് പിതാക്കന്മാരെ ഈ ശിലാസ്ഥാപന ശുശ്രൂഷയെ അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. നമുക്ക് എത്ര ധനമുണ്ടായാലും എന്തെല്ലാം സാമഗ്രികൾ നാം ഒരുക്കി വെച്ചാലും ദൈവത്തിൻ്റെ ഒരു അനുവാദം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു തലമുറയ്ക്ക് ഒരു ദേവാലയം പണിയുവാനുള്ള സമ്മതം ലഭിക്കുന്നത്, അതിന് നമ്മെ യോഗ്യരാക്കുന്നത്. മാത്രവുമല്ല, ഈ ദേവാലയത്തിൽ ഇനി ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഇവിടെ ബലി അർപ്പിക്കുന്നുവോ ആ ബലി അർപ്പിക്കുമ്പോൾ ഒരു വാചകം ചേർത്ത് പ്രാർത്ഥിക്കാതെ പുരോഹിതന് ബലി അർപ്പിക്കുവാൻ നിവൃത്തിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. ദൈവമേ, ഈ ദേവാലയം നിർമ്മിക്കുന്നതിനും ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളവരും ഇതിനുവേണ്ടി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നീ ഓർത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു വാചകം പ്രാർത്ഥിക്കാതെ ഒരു വിശുദ്ധ കുർബാന പോലും ഇവിടെ അർപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ക്രമീകരണം അതാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ ബലി അർപ്പിക്കുന്നിടത്തോളം കാലം ഇന്നത്തെ തലമുറയെയും വരാനുള്ള തലമുറയെയും ഒക്കെ അത് നാം അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വലിയ ശുശ്രൂഷയാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. 1 മണിക്കൂർ ദൈർഘ്യമുണ്ട് ഈ ശിലാസ്ഥാപന ശുശ്രൂഷയ്ക്ക്. അത് കഴിഞ്ഞ് ഈ ശുശ്രൂഷയുടെ നാളെ നടത്താനിരിക്കുന്ന ശുശ്രൂഷയുടെ ആദ്യത്തെ ഭാഗം അതും ഇന്ന് തന്നെ നടത്തും. അതായത് ബലിപീഠത്തിൻ്റെ ശുദ്ധീകരണം, തബലയിത്തായുടെ ശുദ്ധീകരണം, മദ്ബഹായുടെ ശുദ്ധീകരണം, അതുപോലെ തന്നെ ഹൈക്കലായുടെ ഈ പ്രധാന വലിയ കെട്ടിട ഭാഗത്തിൻ്റെ വിശുദ്ധീകരണം, ഇതൊക്കെ പരിശുദ്ധ മൂറോൻ ഉപയോഗിച്ച് തൃത്വനാമത്തിൽ മുദ്രണം ചെയ്ത് ഇതിനെ ദൈവം വസിക്കുന്നൊരു ഭവനമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാന ശില നിക്ഷേപിക്കുന്നതിന് 1 മണിക്കൂറും അതിന് ഇൻട്രഡക്ടറി പാർട്ടായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് 1 മണിക്കൂറും, അങ്ങനെ 2 മണിക്കൂർ ശുശ്രൂഷ കൂടെ ഇനി അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നുപോകരുത്. ഇനി ചെയ്യാനായിട്ടുള്ളത് പരിശുദ്ധ സഭയുടെ സഭാ ശരീരത്തോട് സഭാഗാത്രത്തോട് ഈ ദേവാലയത്തെ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ താക്കോൽ കൂട്ടം സഭയുടെ പ്രധാന മേലധ്യക്ഷനെ ഈ ചാപ്പലിൻ്റെ അല്ലെങ്കിൽ കോൺവെൻറ്റിൻ്റെ പ്രധാന സ്ഥാനി ആയിട്ടുള്ള മദർ ഏൽപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ ദേവാലയം പരിശുദ്ധ സഭയുടെ ശരീരത്തോട് ചേർത്ത് അതിൻ്റെ ഒരു ഭാഗമായി തീരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഈ താക്കോൽ കൂട്ടം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഈ ചാപ്പലിലെ പ്രത്യേകിച്ച് ഈ സന്യാസിനി സമൂഹത്തിന് വേണ്ടി ഞാൻ ഏറ്റുവാങ്ങുകയും ഈ താക്കോൽ കൂട്ടം ഇതിൻ്റെ വിസിസ്റ്റർ ബിഷപ്പായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന അഭിമന്യ തേവോദോസ് തിരുമേനിയെ എൻ്റെ താക്കോൽ കൂട്ടം ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യും. തിരുമേനി ഇവിടുത്തെ ചാപ്ലൈൻ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാൻ ഏബ്രഹാം അച്ഛനെ ഈ താക്കോൽ തിരിച്ചേൽപ്പിക്കുകയും ഏബ്രഹാം അച്ഛൻ ഇതിൻ്റെ മദറിനെ വീണ്ടും മടക്കി കൊടുക്കുകയും ചെയ്യും. ഈ താക്കോലും കൊണ്ട് ഞാൻ ദേവലോകത്തേക്കൊന്നും പോകുന്നില്ല, നിങ്ങളുടെ തേങ്ങ വിരിക്കാനും കൊണ്ട് വരുന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങളുടേതാണ്. ഈ താക്കോൽ ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതുകൊണ്ട് അടുത്ത വണ്ടിക്ക് ഞാൻ പോകുമോ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം സഭയുടെ ഒരു സിംഗിൾ എൻറ്റിറ്റി എന്ന് ചേർത്ത് ഒരു ശരീരത്തെ സഭാഗാത്രത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് ഈ സമയത്ത് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ താക്കോൽ കൂട്ടം നമ്മെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ
അറിയിക്കുകയാണ്. പരിശുദ്ധ ബാവ തിരുമേനി വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ കൂദാശയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. അവസാനമായി പരിശുദ്ധ ബാവ തിരുമേനി നടത്തിയ മഹനീയ കർമ്മം എന്നും നമ്മുടെ മനസ്സിലുണ്ട്. പരിശുദ്ധ സഭാഗാത്രത്തോട് ബേത്ലഹേം ദേറ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നു. ദേറായുടെ ആരാധനാലയമായ ഈ ചാപ്പൽ സന്യാസിനികൾ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ സഭയുടെ ഗാത്രത്തോട് ചേർന്ന് നിന്ന് മാത്രമേ പ്രാർത്ഥിക്കാനൊക്കെയുള്ളൂ. അതിൻ്റെ പ്രതീകമായിട്ടാണ് പരിശുദ്ധ ബാവ തിരുമേനി താക്കോൽ കൂട്ടം ബലഹീന എന്നെ ഏൽപ്പിക്കുകയും പ്രിയപ്പെട്ട എബ്രാച്ചൻ ഞാനത് കൊടുക്കുകയും എബ്രാച്ചൻ തിരിച്ചും മദർ സുപ്പീരിയറിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ താക്കോൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യക്ഷനും ചുമതലക്കാരനും പരിശുദ്ധ ബാവ തിരുമേനിയാണ്. ബാവ തിരുമേനിക്ക് വേണ്ടി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദോസിന് വേണ്ടി പരിശുദ്ധ ബാവ തിരുമേനിയുടെ നിയോഗപ്രകാരം എന്നെ വിസിറ്റർ ബിഷപ്പാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ച് എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ ബാവ തിരുമേനിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് ഈ ബഹുജന സഭാമക്കളുടെ സമക്ഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയമായ സ്തുതികളാൽ പ്രതീക്ഷിക്കുന്നതിനും അതിനെ അടിസ്ഥാനം ഇടുന്നതിനും നിന്റെ പരിശുദ്ധ ശ്രീവായുടെ മോശമായാൽ മുദ്ര കുത്തുന്നതിനും ദിവ്യമായ മൂടോന്റെ പരിമളവാസനയാൽ അഭിഷേകം ചെയ്യുന്നതിനും നിന്റെ നൽവരങ്ങളുടെ വിശുദ്ധിയാൽ അതിനെ ശുദ്ധീകരിക്കുന്നതിനും പരിശുദ്ധാത്മദാനങ്ങളാൽ അതിനെ പൂർത്തീകരിക്കുന്നതിനും കിരീടം ധരിപ്പിക്കുന്നതിനും അതിൽ നിത്യമായി നിന്റെ ഏകജാതനാം പുത്രനെയും ജീവൻ നൽകുന്ന നിന്റെ റൂഹായെയും സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കല്ലിടവത്തിൻ പ്രകാരം നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ നിരൂപൽ നന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ
അവൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിസരവായിക്കും ശ്രീവാടുമാറാവണമേ. ഓശോ കർത്താവിനോട് കരുണയും സഹായവും യാചിക്കണം. സ്തോത്രവും കാഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാതെ ആദരവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാറക്കുമോർ തന്റെ കുരുമായുടെ പീഡാനുഭവങ്ങളാൽ പരിശുദ്ധ സഭയെ തനിക്ക് വിവാഹം പറഞ്ഞ് നിശ്ചയിക്കുകയും ആത്മാക്കളുടെ കാവലിനായി ജീവനുള്ള സ്ലീവായി അത് വയ്ക്കുകയും ചെയ്ത മേലുള്ള മണവാളൻ തന്റെ സഭയെയും ആചാര്യ സംബന്ധമായ തന്റെ ഇടവുകളെയും ആശ്രയക്കോട്ടകളായി പണിത് വിലകെട്ടുകയും അക്രമികളുടെ കയ്പുകെട്ട കഠിനകോപത്തിന്റെ ഉഗ്രതയിൽ അതിനെ കാവൽ ചെയ്യുവാനായി രക്ഷയുടെ ബലമുള്ള ഗോപുരങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടി സ്ഥിരപ്പെടുത്തുകയും പ്രതികൂലമായി ക്ഷോഭിച്ചിരുന്ന തിരമാലകളെ അതിൽ നിന്ന് കടത്തിക്കളയുകയും ചെയ്ത ജ്ഞാനമുള്ള ശക്തിയായ തനിക്ക് സ്തുതി. തനിക്ക് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ഇഷ്ടകാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുണ്യമോ സ്വതഹായ അഗ്നിമയന്മാരുടെ ഗണങ്ങളാൽ മഹിമയോടെ ആത്മീകമായി പുകഴ്ത്തപ്പെടുകയും ചിറകുള്ള അഗ്നിമയന്മാരാൽ മഹാസംഭ്രമത്തോടുകൂടി വാഴ്ത്തപ്പെടുകയും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള കഴിഞ്ഞവരുടെ സഭയിൽ അശരീരികളായ ശുശ്രൂഷക്കാരാൽ ത്രന്തസ്തുതി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരുമായ വിശുദ്ധാത്മപുരാനെയും മഹത്വമുള്ള നിന്റെ കൂടാരത്തിൽ ഇസ്രായേലിന്റെ കൂടാരത്താൽ മുൻകൂട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ സഭയിൽ വാഴ്ത്തപ്പെട്ട് പ്രാഭവപ്പെടുവാൻ നിന്റെ കൃപയാൽ തിരുമനസ്സായി നിന്റെ ബഹുമതിക്കായി മോശ കൂടാരം ഉറപ്പിക്കുകയും സകല വർഗങ്ങളുടെയും പ്രതിച്ഛായകളാൽ അതിനെ അലങ്കരിക്കുകയും സത്യത്തിന്റെ മണവാളനായതിനാൽ അലങ്കരിക്കപ്പെടുകയും നിന്റെ സഹദേന്മാരുടെ അസ്ഥികളാൽ പതിയപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ സത്യത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ദൃഷ്ടാന്തം വരയ്ക്കുകയും ചെയ്തു. നിന്റെ വെളിപാടുകാരായ നബിയന്മാരെ സഭയ്ക്ക് മുമ്പോട്ട് രൂപം നൽകി
അവരിൽ വഞ്ചന പ്രളയത്തിനുള്ള വിടുതലിനു വേണ്ടി ആശ്വാസത്തിന്റെ പരിമളവാസന അർപ്പിക്കുകയും നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ രഹസ്യം കാണിക്കുകയും ചെയ്തു. മറ്റൊരുവൻ മോറിയാമലയിലേക്ക് കയറി തന്റെ ഏകജാതനെ ബലി കഴിക്കുവാൻ സന്നദ്ധനാവുകയും നിന്റെ പരിശുദ്ധ സഭയുടെ ദൃഷ്ടാന്തം നിലനിർത്തുകയും ചെയ്തു. ഒരുവൻ വേദയിൽ വെച്ച് കല്ലഭിഷേകം ചെയ്ത നേർച്ചകളും ദശാംശങ്ങളും അതിന്മേൽ അർപ്പിച്ചു. അത് മുഖാന്തരമായി ഇവിടെ സഭയിൽ നിനക്ക് അർപ്പിക്കപ്പെടുന്നതായ രഹസ്യപൂർണമായ കുർബാനകളെ കൂട്ടിക്കാണിച്ചു. വേറൊരുവൻ കർമ്മേൽ മലയിൽ ബലിപീഠം പണിത് നിഴലായ ബലികളെ അതിന്മേൽ അർപ്പിച്ചു. മറ്റൊരുവൻ പൗരസ്ത്യാലയത്തിന്റെ മഹത്വത്തെ പറ്റി സംസാരിച്ചു. ഒരുവൻ അത്യുന്നതന്റെ പട്ടണത്തെ പറ്റിയുള്ള ശ്രേഷ്ഠതകൾ സംസാരിക്കുമെന്ന് ഘോഷിച്ചു. അവൻ മെതിയാനിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നിന്റെ ബഹുമാനത്തിന് ബലിപീഠം പണിതു. ഒരുവൻ തന്റെ ഏകജാതനെ ബലി കഴിക്കുകയും പരിശുദ്ധ സഭയ്ക്ക് മർമ്മങ്ങൾ വരയ്ക്കുകയും ചെയ്തു. വേറൊരുവൻ യാറാമിന്റെ കളത്തിൽ വെച്ച് യാഗം അർപ്പിച്ചു. ജനത്തിൽ നിന്ന് വസന്താവിലേക്ക് ഒരുവൻ കർത്താവിന്റെ ഭവനം പർവ്വതശൃംഗത്തിൽ പണിയപ്പെടുമെന്ന് പ്രഖ്യാപിക്കുകയും അതിലേക്ക് ജാതികൾ തടിച്ചുകൂടുമെന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വേറൊരുവനാകട്ടെ കർത്താവ് യെരൂശലേമിനെ മോഹനീയ പ്രഭകളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. ഒരുവൻ കർത്താവ് തന്റെ ഭവനത്തെ സകല മേൽക്കോയ്മകൾക്കും അധികാരങ്ങൾക്കും മേലായി പണിയുമെന്ന് പ്രസംഗിച്ചു. മറ്റൊരുവൻ സഭയോട് നിന്റെ കൂടാരക്കയറുകൾക്ക് നീളം കൂട്ടുക, നിന്റെ വിരികളെ വിസ്താരപ്പെടുത്തുക എന്നിങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു. ഒരുവൻ കർത്താവിന്റെ ദേവാലയം പണിയപ്പെടുമെന്നും അത് എന്നിങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു. ഒരുവൻ കർത്താവ് ഇസ്രായേലിന്റെ മഹത്വത്തിനായി തീരുമെന്നും കാരണം മുഴക്കി. മറ്റൊരുവൻ ബാബേൽ പ്രവാസത്തിന് ശേഷം നിന്റെ നാമത്തിന് ആലയം രൂപപ്പെടുത്തി. ഒരുവൻ കർത്താവ് നിന്റെ ബലിപീഠം സ്ഥിരമാക്കുമെന്നും ദുഷ്ടൻ ലജ്ജിച്ചു പോകുമെന്നും പ്രവചിച്ചു. വേറൊരുവനാകട്ടെ കർത്താവ് നിന്റെ ബലിപീഠത്തിന്റെ അരികെ പക്ഷിക്കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് പാടി പ്രകാരം സമമുഖാന്തരം അവളെ പറ്റി പ്രഘോഷിച്ചിട്ടുള്ളവരുടെ ഉപമാനങ്ങളെ സത്യങ്ങളായി നീ കാണിക്കുന്നു. ആകയാൽ ഞങ്ങൾ ശികാരം വരാനും ഈ സുഗന്ധവും മൂലം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കണ്ടാലും ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള നിന്റെ വാഗ്ദത്തം നിറവേറ്റി. നിന്റെ പരിശുദ്ധ സഭയെ നീ സന്ദർശിക്കണമേ. കാരുണ്യപൂർവ്വം അതിനെ സന്ദർശിച്ച് നിന്റെ കരുണാസമ്പത്ത് കൊണ്ട് അതിനെ നിറയ്ക്കണമേ. പ്രക്ഷോഭകരമായ സാഹചര്യങ്ങളിൽ അതിനെ സംരക്ഷിക്കണമേ. സകല വിപത്തുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അതിനെ കോരിയെടുക്കണമേ. അതിന്റെ നിരകളെ വിസ്തീർണപ്പെടുത്തണമേ. അതിന്റെ അതിർവരകളെ വലിപ്പപ്പെടുത്തി അതിന്റെ കുറ്റികളെ സ്ഥിരീകരിക്കണമേ. പരിശുദ്ധ റൂഹായുടെ ഗാനങ്ങളാൽ അതിന്റെ കൂതാകളെ ക്രമീകരിക്കണമേ. അതിന്റെ കൂട്ടങ്ങളെ വരയ്ക്കണമേ. അതിന്റെ മക്കളെ കാക്കണമേ. അതിന്റെ അതിർത്തികളെ വിപുലമാക്കണമേ. നിന്റെ സത്യജ്ഞാനമാകുന്ന അടിസ്ഥാനോപദേശങ്ങളാൽ അതിനെ സ്ഥിരീകരിക്കണമേ. നിന്റെ ന്യായ പ്രമാണത്തെ പാലിക്കുന്ന മൽപ്പാന്മാരെയും സത്യടയന്മാരെയും ശമാശന്മാരെയും അതിലെഴുന്നേൽപ്പിക്കണമേ. അതിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഭരണാധികാരികളെ അർഹരാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ താങ്ങണമേ. യൗവനക്കാരെ വിനയം കൊണ്ട് അലങ്കരിക്കണമേ. അനാഥരെ സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നിന്റെ പിതാവിനോ നിരാജിന്റെ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും നിരക്കുന്നു. ും
ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളുടെ ബലഹീനതയിൽ നിന്നും നിനക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ധൂപവും പരിമളങ്ങളുടെ സൗരഭ്യവാസനയും കൈക്കൊള്ളണമേ. നിന്റെ കാരുണ്യത്തോട് ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ രക്ഷയാൽ അതിൻ്റെ മക്കളെ സന്തോഷിപ്പിക്കുകയും മോചനത്താൽ അതിലെ പാപികളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. രോഗികൾക്ക് സൗഖ്യവും ചിതറിപ്പോയവർക്കും തെറ്റിപ്പോയവർക്കും തിരിച്ചുവരവും ഞെരുക്കം അനുഭവിക്കുന്നവർക്കും ഹൃദയ സങ്കടത്തിലിരിക്കുന്നവർക്കും ആശ്വാസവും കൊടുക്കണമേ. സകല പോരാട്ടങ്ങളും എതിർപ്പുകളും ശണ്ടകളും അതിൽ നിന്നും നീക്കിക്കളയണമേ. സത്യവിശ്വാസത്തോടെ അതിൽ നിന്നും വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് പാപപരിഹാരവും മോചനവും നൽകണമേ. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യും. നിന്നാസ്ഥാനം കർത്താവേ, നിന്നാലയമതിനെ നീയാക്കി, നിൻ കൈയാലതു പണിതതിരുന്നും നീ വാഴണമേ. ദീർഘദർശന്മാരെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് നശിപ്പിക്കും. നീ ഗോപുരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിലുണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഓരോ ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടീന് നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇലജാതികളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളേണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കിടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളേണം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇലജാതികളിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമി
ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ ചെയ്തു. ബാറക്കുമോ ശമൂവേൽ ദീർഘദർശിയുടെ 2-ാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ അനന്തരം ദാവീദ് ഇസ്രായേലിൽ സ്ഥലവിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി രൂപയുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലായഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകലജനവും അവിടേക്ക് പുറപ്പെട്ടുപോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അഭിനദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അഭിനദാബ് പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അഭിനദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദ് സഗ്രഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ പാത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരുശം, കൈത്താൾ എന്നിവയോടുകൂടി യഹോവയുടെ മുമ്പായി നൃത്തം ചെയ്തു. അവർ നാഗോന്റെ കളത്തിങ്കലെത്തിയപ്പോൾ കാള വരുന്നതുകൊണ്ട് ഉസ്സാ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവനവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പെരേസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേൽ ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേൽ ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേൽ ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേൽ ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സ്ഥലത്തെ അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ടു ദൈവത്തിന്റെ പെട്ടകം ഓബേൽ ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയും കഴിപ്പിച്ച വിളാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞനൂലൊക്കെ ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുമ്പായി നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെ ആർപ്പോടും കാവലനാഥത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കിടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കൊണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായിട്ട് ഒളിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിലെ സർവ്വസംഘവുമായ സർവജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയാടെയും വീതം പങ്കിട്ട് കൊടുത്തു. ജനമൊക്കെയും താൻ തന്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെതിരെ ഏറ്റുന്നു. നിസ്സാരന്മാരോട് തന്നെ താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്നു തന്നെ ദാസന്മാരുടെ ദാസികൾ കാണുകയെ തന്നെ താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. ദാവീദ് മീഖളിനോട് യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സർവഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ അത് യഹോവയുടെ മുമ്പായി ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ശൗലിന്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. ഭൂവിലശേഷം ദൈവത്താലേ Yeah.
അരുളിച്ചവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാറുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു. ദാവീദിന്റെ കാലം വരെ വച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദമപേക്ഷിച്ചു. ശലോമോൻ അവന് ഒരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായി വസിക്കുന്നില്ലതാനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമിന്റെ പാതവിടമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എൻ്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കയ്യിലോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് ചെയ്യുന്നു എന്ന പ്രവാചകൻ പറയുന്നുവല്ലോ. സാക്ഷ്യക്കാരും ഹൃദയത്തിനും ചെവിക്ക് പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ അവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായ എൻ്റെ വരവിനെ കുറിച്ച് പിന്നെ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയോഗവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം ദിശയിലേക്ക് പിന്നിലും അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്ത് തന്നെ ഇട്ടുവെച്ച പൻപാത്രവും അഹറോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും അതിനു മീതെ കൃപാസനത്തിൽ മൂടുന്ന തേജസ്സിന്റെ രൂപങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി ഒരുപാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചൊല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി പഠിപ്പിക്കട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശമന്ത്രിയും അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ച് പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സാധനങ്ങൾ എന്നിവയോടുകൂടി ശുദ്ധീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രയും ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊച്ചന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവർത്തനങ്ങളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പറയുന്നു Amen.
മനുഷ്യപുത്രനായ ഞാൻ ആരാകുന്നുവെന്ന് മനുഷ്യർ എന്നെ പറ്റി പറയുന്നുവെന്ന് ചോദിച്ചു. യൂഹാനോന്മാർ താനായെന്ന് പറയുന്നവരുണ്ട്, മറ്റു ചിലർ എലിയായെന്നും വേറെ ചിലർ എർമിയായോ പ്രവാചകന്മാരിൽ ഒരുവനായോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. താൻ അവരോട് ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് ചോദിച്ചു. ശമൂൻ ഗീഫ ഉത്തരമായിട്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട് യവനാന്റെ പുത്രനായ ശിമോനെ നീ ഭാഗ്യവാനാകുന്നു. എന്തെന്നാൽ ജഡരക്തങ്ങളല്ല, എന്നാലോ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാനും നിന്നോട് പറയുന്നു, നീ കീപ്പായാകുന്നു. ഈ കീപ്പാമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും. പാതാള വാതിലുകൾ അതിനെ ദുർബലപ്പെടുത്തുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്ന ഏതൊന്നും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായിരിക്കും, ഭൂമിയിൽ നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതായിരിക്കുമെന്ന് പറഞ്ഞു. അനന്തരം തന്റെ ശിഷ്യന്മാരോട് താൻ മശിഹായാകുന്നുവെന്ന് ഒരുവനോടും അവർ പറയരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഉശൈനോ ലകുൽകൂ നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും ഈ ആലയമാരുടെ നാമത്തിൽ ഞങ്ങൾ പണിയുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നുവോ, ആ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും പ്രത്യേകാൽ പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെയും പരിശുദ്ധ പരമമാർഗീയോസ് പിതാവിൻ്റെയും ഓർദിവന്നാസിയോസിൻ്റെയും പ്രാർത്ഥനകളാൽ ഈ അടിസ്ഥാന ശിലയെ നീ വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. നിയമാരഹിതമായ സകലശുദ്ധിയിൽ നിന്നും എന്നേക്കും പരിപൂർണമായി വെടിപ്പാക്കപ്പെടുന്നതിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ വാഴ്ത്തപ്പെട്ട് നവീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നു.
രക്ഷയാൽ നിന്റെ മക്കളെ പ്രമോദിപ്പിക്കണമേ. പാപികളെ മോചനത്താൽ ആഹ്ലാദിപ്പിക്കണമേ. അതിലെ രോഗികൾ സൗഖ്യവും ചിതറയിൽ തെറ്റിപ്പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും ജനകീയം ആത്മസങ്കടത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. അതിൽ നിന്നും സകലർക്കങ്ങളും ശണ്ടകളും നീക്കിക്കളയണമേ. സത്യവിശ്വാസത്തിൽ അതിൽ നിന്നും വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് പാപപരിഹാരവും മോചനവും നൽകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റും. നാം എല്ലാവരും നല്ലോണം നിന്ന് ജാഗ്രതയോടും ദൈവത്തെ നിരപ്പാക്കുന്ന ശബ്ദങ്ങളാലും ഉത്തരമായി പറയണം. യോജനമില്ലാത്തതിന്റെ വാക്തത്വം പോലെ പരിശുദ്ധമായ തൃക്കൈവന്ന പോൽ പരിശുദ്ധ സഭയെ ഉപയോഗിച്ചവരായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രധാനാചാര്യന്മാർ മുഖാന്തരം നിന്റെ ആചാര്യന്മാരെ നിയമിച്ച് സ്ഥിരപ്പെടുത്താനായുള്ളവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ദിവ്യനന്മകളാലും ദാനങ്ങളാലും എല്ലാ സ്ഥലത്തുമുള്ള നിന്റെ പരിശുദ്ധ ജനത്തെ എല്ലാ വിധത്തിലും പ്രകാശിപ്പിച്ച് വിശുദ്ധീകരിക്കുന്നതിനായുള്ളവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും കുറവുകളുടെ മോചനത്തിനും സ്വർഗരാജ്യത്തിൽ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ആശ്വസിപ്പാനുമായി നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും നേതാക്കൾക്കും മരിച്ചുപോയവർക്കും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവർക്കും വേണ്ടി കർത്താവിനോട് നാം അപേക്ഷിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഉപേക്ഷ കൂടാതെ തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഒരുമിച്ച് ഇടയന്മാരോടും ഇടവകളോടുകൂടെ നിങ്ങളേക്ക് അട്ടഹസിച്ച 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് പറയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയെ നാം വേണ്ടി ചൊല്ലണം. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും Amen.
എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സന്ധ്യാപ്രാർത്ഥനയിലും ഈ ആരാധന ഈ ദേവാലയത്തിൽ പരിശുദ്ധ മുറൻ അഭിഷേകത്താലുള്ള ശിലാസ്ഥാപന ശുശ്രൂഷയിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളുടെ ദൈവമായ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവിൻ്റെയും വിശ്വാസികളാരുടെ വാക്കുകളെ ആശീർവദിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പരിശുദ്ധമായുള്ളവയെ കുറ്റപ്പെടുത്തുന്നതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട